നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. നീ അയച്ചു തന്ന പൈസയിൽ നിന്ന് വാവയുടെ ഫീസ് അടിച്ചു. ബാക്കി തന്ന പൈസക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങി. എന്നിട്ടും കുറച്ച് പൈസ ബാക്കിയുണ്ട്. അത് മോളെ എടുത്തു വെച്ചു. അത് നന്നായി. അല്ലെങ്കിൽ ചേച്ചി പൈസ ഒന്നും അങ്ങനെ കളയില്ല. അയക്കുന്ന പൈസ കൊണ്ട് ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞപ്പോൾ വാങ്ങില്ലത്. അമ്മ ചേച്ചിയോട് പറ, എന്നിട്ട് ചേച്ചിക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും വാങ്ങ്. ഞാൻ പറയാറുണ്ട് മോളെ. പിന്നെ നിനക്കറിയാലോ അവളുടെ കാര്യം. എന്ത് ചോദിച്ചാലും അതിന് വേണ്ട. വീട്ടിൽ നിന്നൊന്നും പുറത്തോട്ട് പോലും പോകുന്നില്ല. ആകെ പോകുന്നത് നമ്മൾ നിർബന്ധിക്കുമ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം. അറിയാലോ. അമ്മ പറഞ്ഞത് കേട്ടതും കാർത്തികൊന്നും മൂലി. ശരിയാണ്. ഈ ചേച്ചിയുടെ ലോകമെന്നത് അമ്മയും ഞാനും അനിയത്തിയും പിന്നെ ആ 4 ചുവരുകൾക്കുള്ളിലുമാണ്. ലിയോണിന്റെ മുറിക്ക് പുറത്തു നിന്ന് വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു കാർത്തിക. ആ മോന് പനി കുറവുണ്ടോ മോളെ? രാവിലെ അമ്മയെ നന്നായി പനിച്ചു തുടങ്ങിയത്. ഞാൻ മരുന്ന് കൊടുത്തു. ഇവ മയക്കായേട്ടൻ ചെറിയൊരു കുറവുണ്ടെന്ന് പറയാം. കാർത്തിക വിഷമത്തോടെ പറഞ്ഞു. ലിയോണിന് ഇന്നലെ മുതൽ പനിയാണ്. പെട്ടെന്നാണ് അകത്തെ മുറിയിൽ നിന്നും എന്തോ നിലത്ത് വീണ് ഒച്ച കേട്ടത്. അമ്മേ, ഞാൻ ഫോൺ വെക്കുവാണേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കാർത്തിക ലിയോണിന്റെ മുറിയിലേക്ക് ഓടി. വെപ്രാളത്തിൽ ഓടി മുറിക്കകത്ത് ചെന്നതും മുന്നിൽ കണ്ട കാഴ്ചയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി. ബെഡിന്റെ സൈഡിലുള്ള മേശയിൽ കൈകൊണ്ട് എന്തോ തപ്പുകയാണ് ലിയോണ്. ബെഡിൽ നിന്നും ചാഞ്ഞു കിടക്കുകയാണ് അവൻ. അരയോളം ഭാഗം കട്ടിലിന് വെളിയിലാണ്. ഒയ്യോ ഏട്ടാ! കാർത്തിക ഓടി ചെന്നവനെ വട്ടം പിടിച്ചു. പനിയുടെ നല്ല ചൂടുണ്ടവന്. വീണ വീണ വിറക്കുന്ന ചുണ്ടുകളാൽ അവൻ പറഞ്ഞത് കേട്ട് കാർത്തിക അവനെ നോക്കി. അപ്പോഴാണ് ലിയോൺ പാതി മയക്കത്തിൽ അബോധാവസ്ഥയിലാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഏട്ടാ, എന്താ എന്താ പറ്റിയേ? അവളവനെ പിടിച്ച് കിടത്തിക്കൊണ്ട് ചോദിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴും ലിയോണിന്റെ പാതി തുറന്ന കണ്ണുകൾ മേശപ്പുറത്തേക്ക് നീണ്ടു. എന്തോ എടുക്കാനായി വീണ്ടും അവന്റെ കൈ അങ്ങോട്ടേക്ക് ഉയർന്നു. വീണ വീണ പിച്ചിയും പേയും പോലെ അവൻ വീണ്ടും പറഞ്ഞതും കാർത്തിക ആ കൈ ചൂണ്ടിയിട്ടേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ഒരു കുഞ്ഞു ബോക്സിലൊടുക്കി. അവനെ വേഗം ശരിക്കും ബെഡിലേക്ക് കിടത്തിയിട്ട് അവൾ ആ ബോക്സ് കയ്യിലെടുത്തു. കണ്ടിട്ടുണ്ട് ഈ ഏട്ടൻ ഈ ബോക്സിൽ നോക്കി കിടക്കുന്നത്. അപ്പോഴെല്ലാം ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. കാർത്തിക ആ ബോക്സ് തുറന്നു. ഒരു കമ്മലായിരുന്നു അതിൽ. സ്റ്റാർ ഡിസൈനിൽ തിളങ്ങുന്ന പോളൊക്കെ പിടിപ്പിച്ച നല്ല ഭംഗിയുള്ള ഒരു കമ്മല്. ഒരു ജോഡിയുടെ ഒന്നേ ഉണ്ടായിരുന്നുള്ളതിൽ. ഉറപ്പായും ഇത് വീണയുടെയാണ്. അവളതൊന്ന് കയ്യിലെടുത്ത് ഓർത്തു. പെട്ടെന്ന് കാർത്തികയുടെ കയ്യിലിരിക്കുന്ന കമ്മൽ നോക്കി ലിയോൺ കൈ നീട്ടി. കാർത്തിക വേഗം ലിയോണിന്റെ കൈകളിലേക്ക് കമ്മൽ വെച്ച ബോക്സ് കൊടുത്തതും അവനത് മുറുകെ പിടിച്ചു. അടച്ചു പിടിച്ച് അവന്റെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകിയിരുന്നു. അത് കാണെ അവൾക്ക് പാവം തോന്നി. പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഏട്ടന്റെ വായിൽ നിന്ന് വീണ എന്ന പേര്. ആരാണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ അറിയാനിപ്പോൾ ഒരു ആഗ്രഹം. ഏട്ടൻ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ മുറുകെ പിടിക്കുന്ന ആ കമ്മലിൻ്റെ ഉടമ വീണയാണെങ്കിൽ അവൾ ആരാണെന്ന് എനിക്കറിയണം. ആരായിരിക്കും അവൾ? എവിടെയായിരിക്കും ആ കുട്ടി? ലിയോണിന്റെ നെറ്റിയിലൊന്ന് തലോടി കാർത്തിക ഉള്ളാലെ ഒത്തു. ഗ്യാസിലിരുന്ന് തിളക്കുന്ന ചിക്കൻ കറി താഴേക്ക് വാങ്ങി വെക്കുമ്പോഴാണ് ശിവയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തത് ആന കേൾക്കുന്നത്. ഇനിയിപ്പോൾ കുറെ തവണയായല്ലോ. ആരായിരിക്കും? അവൾ ഓർത്തു. ശിവ കുളിക്കുകയാണ്. അനുവും ശിവയും ഇന്ന് ഒരുപാട് ലേറ്റായാണ് വന്നത്. ഗസ്റ്റ് ഹൗസിലെ മേഡ് ലീവാണ്. ഇന്ന് ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചത് ശിവക്ക് ഇഷ്ടമായില്ല. വൈകിട്ട് പുറത്തുനിന്ന് കഴിക്കണ്ടല്ലെന്ന് ഓർത്ത് അനു വന്നപാടെ കിച്ചണിൽ കയറി ഡിന്നർ റെഡിയാക്കുകയാണ്. വീണ്ടും വീണ്ടും കോൾ അടിക്കുന്നത് കേട്ടതും വല്ല ഇമ്പോർട്ടൻ്റ് കോളാവുമെന്ന് കരുതി അനു പോയി ഫോൺ എടുത്ത് നോക്കി. അതിൽ ഡിസ്പ്ലേയിൽ ആൽഫി എന്ന് കണ്ടതും അവളൊരു സ്റ്റെക്കായി. ചേട്ടായി. അവളൊന്നും മടിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു നോക്കും കൊണ്ട് പോലും ചേട്ടായി തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. തനിക്ക് പേടിയായിരുന്നു ആ മുഖത്തേക്ക് നോക്കാൻ. എല്ലാത്തിനും കുറ്റക്കാരി ഞാൻ കൂടിയാണല്ലോ. ഓർത്തതും അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും വീണ്ടും ആൽഫിയുടെ കോള് ആ ഫോണിലേക്ക് വീണ്ടും വന്നിരുന്നു. കോൾ എടുക്കണോ വേണ്ടിയോ എന്ന സംശയത്തിൽ അനു നിന്നു. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ഓർത്ത് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. എവിടെ പോയി ചാത്ത് കിടക്കുപോയെന്നടാ പുന്നാറ മോനെ നീ? ചെവിയിലേക്ക് വെച്ചത് ആൽഫിയുടെ നല്ല ചീത്തവിളി അവൾ കേട്ടു. ഞാൻ അനുവ, ശിവേട്ടൻ കുളിക്കോ ചേട്ടായി? അനു തീരെ പതിയെ നേരത്തെ സ്വരത്തിൽ മടിച്ചുകൊണ്ട് പറഞ്ഞു. ഫോണിലൂടെ അനുവിൻ്റെ ശബ്ദം കേട്ടതും ആൽഫിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം കൂടപ്പിറപ്പിന്റെ ചേട്ടായി എന്ന വിളി കേട്ടതും അവൻ്റെ നെഞ്ചൊന്ന് വീങ്ങി. അവനെവിടെ? പെട്ടെന്ന് ശാന്തമായ സ്വരത്തിൽ ആൽഫി ചോദിച്ചു. ശിവേട്ടൻ കുളിക്കുക. ശരി, എന്നാൽ ഞാൻ പിന്നെ വിളിച്ചോളാം. ഗൗരവത്തിൽ അത്രയും പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു. അനുവിന് സന്തോഷം തോന്നി.
രണ്ടു വാക്കെങ്കിലും മാലിക്ക് സംസാരിച്ചില്ല തന്നോട്. അവൾ നിറഞ്ഞ ചിരിയോടെ തന്നെ കണ്ണുകൾ തുടിച്ച് ഫോൺ തിരിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. അവിടെ നിന്നൊരു അകലത്തിൽ മാറി നീ കാഴ്ച കണ്ട ശിവയുടെ ചുണ്ടിലും ഒരു ചെറിയ ചിരി വിരിഞ്ഞു. രാത്രിയിലേക്കുള്ള ചപ്പാത്തി മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിവില്ലാതെ തന്റെ ഫോണിലേക്ക് വന്ന മനുവിന്റെ കോള് കണ്ട് നീ ഒന്ന് സങ്കോചിച്ചു. ഇതെന്തിനാ എന്നെ ഇപ്പൊ വിളിക്കുന്നേ? അവളൊന്ന് ഓർത്തുകൊണ്ട് ഫോൺ സ്പീക്കറിലിട്ടു. ഹലോ ഹലോ നീയ, ഞാൻ മനുവാണ്. ആ സർ, മനസ്സിലായി, പറഞ്ഞോളൂ. നീ അത്ര താല്പര്യമില്ലാതെ പറഞ്ഞു. നീയ, ഐ ആം റിയലി സോറി. ഇന്ന് ഷോപ്പിൽ വെച്ച് അമ്മച്ചി തന്നോട് വന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ആക്ച്വലി തെറ്റെൻ്റെ ഭാഗത്താണ്. അമ്മച്ചിയോട് ഒരിക്കലും ഞാൻ തന്നെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് തൻ്റെയും മാൽവി സാറിൻ്റെയും കാര്യം അറിഞ്ഞപ്പോൾ അത് ഞാൻ അമ്മച്ചിയോട് പറയാൻ വിട്ടുപോയി. സോറി. അതാ തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ അമ്മച്ചി തന്നോട് അങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചത്. തനിക്ക് ഹേട്ടായിട്ടുണ്ടാവുമെന്ന് അറിയാം. ഒന്നും മനസ്സിൽ വെക്കരുത് പ്ലീസ്. മനു അപേക്ഷ എന്ന പോലെ പറഞ്ഞു. ഏയ് അത് സാറില്ല സർ, കുഴപ്പമില്ല, ഞാൻ അപ്പോഴേ വിട്ടു. പക്ഷേ ഇനിയെങ്കിലും സാറിന് അമ്മയോട് സത്യം പറയണം. ഞാൻ പറഞ്ഞു. ഞാനപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അമ്മച്ചിയോടെല്ലാം പറഞ്ഞു. ആദ്യം അമ്മച്ചിക്ക് കുറച്ച് സങ്കടമായി, പക്ഷെ കുഴപ്പമില്ല. മനു പറഞ്ഞതിന് മറുപടിയായി നീയൊന്ന് മൂളി. പിന്നെ ആൽബി സാറിന് ദേഷ്യമുണ്ടായി. നിങ്ങളിവിടെ കടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാറിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വേണേ ഞാൻ സാറിനോട് സംസാരിക്കാം. ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റിനകത്തുള്ള കഫേയിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ, തന്നെ ഒന്ന് കാണാലോ. ഏയ് വേണ്ട, അതൊക്കെ ഞാൻ സോൾവ് ആക്കി. മനസ്സാറിപ്പോൾ ഇങ്ങോട്ട് വരണ്ട. പിന്നെ എനിക്കിപ്പോൾ ഇത്തിരി തിരക്കുണ്ടേ, ഞാൻ പിന്നെ സംസാരിക്കാം. എന്നാ ശരി നീയ. മനു പറഞ്ഞത് എന്നത് നീയ ഫോൺ കട്ട് ചെയ്തു. ഓ സമാധാനം. അവളൊന്ന് ശ്വാസം വിട്ട് തിരിഞ്ഞപ്പോഴാണ് അവൾക്ക് പിറകിൽ നിൽക്കുന്ന ആഫിയാൾ കാണുന്നത്. ദേഷ്യത്തോടെ നിൽക്കുന്നവനെ കണ്ടതും അവൾ ഫോണിൽ സംസാരിച്ചത് അവൻ കേട്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ എവിടെ നിൽക്കുന്നെന്നാ പറഞ്ഞേ? ദേഷ്യം നിറഞ്ഞ അവൻ്റെ ചോദ്യം വന്നത് നീ ഒന്ന് പതറി. അതൊന്നുമില്ല മനസ്സാറ്, വേറൊന്നിനും അല്ല. അവനിപ്പോൾ എവിടെ നിൽക്കുന്നെന്നാ നിന്നോട് പറഞ്ഞേ എന്നാ ഞാൻ ചോദിച്ചേ? ആൽഫി കുറച്ചുറക്കെ ചോദിച്ചു. അത് താഴെയുള്ള കഫേയിൽ. അവൾ കുറച്ച് പതിയെ പറഞ്ഞു. അടുത്ത നിമിഷം ആൽഫി അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോയി. എൻ്റെ കർത്താവേ, ഇനി ഇതെന്തിനുള്ള പോക്കാണോ എന്തോ? ദേഷ്യപ്പെട്ട് പാഞ്ഞു പോകുന്ന ആൽഫിയെ നോക്കി പേടിയോടെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു നീ. കുറച്ച് സമയത്തിന് ശേഷം റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ പാഞ്ഞു വന്നൊരു ബ്ലാക്ക് BMW മനുവിനെ ഇടിച്ചു തെറിപ്പിച്ചു. വായുവിലൊന്ന് ഉയർന്ന നിലത്തേക്ക് തലയടിച്ച് അവൻ വീണു. അവൻ്റെ തലയിൽ നിന്നും ചുടുചോര ആ റോഡിലേക്ക് ഒലിച്ചിറങ്ങി. ക്ലോക്കിലേക്ക് ഇടയ്ക്കിടെ നോക്കി ടെൻഷൻ അടിച്ചിരിക്കുവാണ് നീ. രാത്രി 3 മണി കഴിഞ്ഞു. ഇതുവരെ ആൽഫി തിരികെ വന്നിട്ടില്ല. മനുവിനെ കാണണമെന്നും പറഞ്ഞിട്ട് ഒരു പോക്ക് പോയതാണ്. അവർ തമ്മിൽ കണ്ണോ എന്തെങ്കിലും സംസാരം ഉണ്ടായോ ഒന്നും അറിയില്ല. നീയേക്കാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് ശരിക്കും വട്ടുപിടിക്കാൻ തുടങ്ങി. ഡോറിൽ ചാരി തന്നെ നിൽക്കുമ്പോഴാണ് പുറത്താരുടെയും കാൽപെരുമാറ്റം അവൾ അറിഞ്ഞത്. വന്നത് ആൽഫിയാകുന്ന കരുതി നീയ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി. അവൾ ഓർത്തതുപോലെ തന്നെ ആൽഫിയായിരുന്നത്. എന്നാൽ അവൻ നേരെ അവൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയത്. നീ അവനെ ഒന്ന് നോക്കി. നല്ലതുപോലെ ഉയർത്തിട്ടുണ്ട്. ഇട്ടിരുന്ന ലൈറ്റ് ഗ്രീൻ ഷർട്ട് അവൻ്റെ പുറത്ത് ഒട്ടിയിരിക്കുകയാണ്. മുഖമെല്ലാം വല്ലാതെ ദേഷ്യത്തിലാണ്. പക്ഷേ നീയുടെ കണ്ണുകൾ ഉടക്കിയത് അവൻ്റെ ഷർട്ടിൽ പറ്റിയിരുന്ന ചോരക്കറ കണ്ടാണ്. അത് കണ്ടതും അവൻ ഞെട്ടിപ്പോയി. അവൾ അവനെ വിളിക്കാനായി മുന്നോട്ടിറങ്ങിയതും കീ കൊണ്ട് ഫ്ലാറ്റ് അൺലോക്ക് ചെയ്ത് ആൽഫി അകത്തേക്ക് കയറി ഡോർ അടച്ചിരുന്നു. പുറകിൽ നിന്ന് നീയെ അവൻ കണ്ടില്ല. നീയക്ക് വല്ലാത്തൊരു തരം ഭയം തോന്നി. അവളുടെ മനസ്സിലേക്ക് അന്ന് ശിവ പറഞ്ഞ വാക്കുകൾ ഓടിയെത്തി. നിന്നെ ഒന്ന് തൊട്ടവനെ കൈയൊടിച്ചവനാ പോയ നിന്റെ ഈ കലിപ്പനി ചായൻ. അവ പിന്നെ കെട്ടാനെന്നും പറഞ്ഞ് പുറകെ നടക്കുന്നവനെ ഇനി അവൻ എന്ത് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം മോളെ. ഈശോയെ, അങ്ങനൊന്നും ആയിരിക്കല്ലേ ഇനി. നീ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ശിവയും മനുവും രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കൊറിയർ ലൈസൻസ് പുതുക്കി. കോടതിയിൽ നിന്ന് സ്റ്റേ പിൻവലിച്ചത് കൊണ്ട് തന്നെ ലൈസൻസ് വീണ്ടും പുതുക്കുന്നതിന് വലിയ തടസ്സം വന്നില്ല. അപ്പോൾ രാജീവേ, എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇന്ന് തന്നെ മൈനിങ് സ്റ്റാർട്ട് ചെയ്തോണം. പിന്നെ കഴിഞ്ഞ 4 ആഴ്ച ഫാക്ടറി ക്ലോസ് ചെയ്തിട്ടപ്പോഴുള്ള തൊഴിലാളികളുടെ സാലറി അത് എത്രയാണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കണം. ഫാക്ടറിക്ക് മുന്നിൽ നിന്നും ശിവ രാജീവനോട് പറഞ്ഞു. തിരിച്ചു പോകുന്നതിന് മുമ്പായി ശിവയും മനുവും ഫാക്ടറി വരെ വന്നതാണ്. ഓക്കെ സർ, അത് ഓൾറെഡി കൊടുത്തു. ഇന്നലെ ആഹാരമേളനോട് പറഞ്ഞേൽപ്പിച്ചതായിരുന്നു അത്. ഇന്നലെ വൈകുന്നേരം ശിവസാറും വക്കീലൊന്നേയും കൂടി നമ്മുടെ മേയറെ കാണാൻ പോയപ്പോൾ മേഡവും ഞാനും ഫാക്ടറി തൊഴിലാളികളെ കണ്ട് സംസാരിച്ചു. അവരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ ആഹാരമേളം അവിടെ വെച്ച് തന്നെ അവിടെ സാലറി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ തന്നെ എല്ലാവർക്കും ശമ്പളവും കൊടുത്തു.
രാജീവ് പറഞ്ഞു നിർത്തിയതും ശിവ അതിശയത്തോട് അനുമനെ നോക്കി. അകത്ത് തൊഴിലാളികളുമായി സംസാരിക്കുകയായിരുന്നു അവള്. മാഡം ഒരുപാട് മാറി സാർ. പണ്ടത്തെ ആ ചില്ലിശായുള്ള സ്വഭാവമൊക്കെ മാറി പക്വതയായതുപോലെയുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ആലപിസാറിനപ്പോൾ ഒരിക്കലും ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഭയങ്കര ചൂടും പോകുകയാണെന്നും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങാതെ നിന്ന ആളാ. ഇപ്പൊ നോക്കിയേ എന്തടുപ്പത്തിൽ ഇവിടെ നിൽക്കുന്നതെന്നും എല്ലാവരും മിണ്ടുന്നതൊക്കെ. നമ്മുടെ തൊഴിലാളികൾക്കെല്ലാം നല്ല അഭിപ്രായം മാഡത്തെ പറ്റി. അവൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അനുവിൽ നിന്നും കണ്ണെടുക്കാതെ മുഖത്ത് നിറച്ച പുഞ്ചിരിയോടെ ശിവ പറഞ്ഞു. തൻ്റെ ഇടിയും അഹങ്കാരിയും എടുത്തുചാട്ടക്കാരിയുമായിരുന്ന പെൺകുട്ടിയിൽ നിന്നും പക്വതയും വിവേകമുള്ള പെണ്ണിലേക്ക് ആന എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് ഈ 2 ദിവസം കൊണ്ട് തന്നെ ശിവ അറിഞ്ഞതാണ്. പിന്നെ സാറേ, ആ ഗൗഡിയുടെ ആൾക്കാരൊന്ന് സൂക്ഷിച്ചോളണേ. പോരി കയ്യിൽ നിന്ന് പോയതുകൊണ്ട് അയാളിന് വെറുതെ എനിക്കും തോന്നുന്നില്ല. രാജീവത്തിന് പേടിയോടെ ശിവയോട് പറഞ്ഞു. അതൊന്നും സാറില്ല രാജീവേ, ഗൗഡിയല്ല. അവരെ തന്ത വിചാരിച്ചാൽ പോലും ഈ കോരിയുടെ 4 അയലത്ത് കയറാൻ പറ്റില്ല. പിന്നെ ആ ഊച്ചാളി മറന്നൊരു കാര്യമുണ്ട്, അവൻ കളിക്കുന്നത് AD കമ്പനിക്കെതിരെയാണെന്ന്. അത് ശരിയാ. ശിവസാറിന്റെ പകരം മാൽവി സാർ എങ്ങാനുമാണ് ഇപ്പോൾ വന്നിരുന്നെങ്കിൽ അവനെയും അവൻ്റെ ആൾക്കാരെയും തീർത്തിട്ട് സാറ് ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളായിരുന്നു. അത് വെട്ടൊന്നും മുറികണ്ടായിട്ടല്ലേ. രാജീവ് പറഞ്ഞതും ശിവ ഒന്ന് ചിരിച്ചു. രാജീവേ, അപ്പം ഇറങ്ങുക. പിന്നെ കുട്ടികളെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം കേട്ടോ. പെട്ടെന്ന് അവർക്ക് അടുത്തേക്ക് വന്ന് അനു പറഞ്ഞു. ഓക്കെ മാഡം, പറഞ്ഞേക്കാം. പിന്നെ എൻ്റെ മക്കൾക്ക് മാഡത്തെ ഒരുപാട് ഇഷ്ടമായി. ഇന്നലെ മാഡത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു അവര്. ഇനി വരുമ്പോൾ വീട്ടിലേക്ക് വരണേ. ഉറപ്പായും വരാം. ശരി എന്നാ. ഓക്കെ മാം, പിന്നെ കാണാം. രാജീവ് അനുവിനോടും പിന്നെ ശിവക്കും കൈ കൊടുത്ത് അവരോട് യാത്ര പറഞ്ഞിറങ്ങി. വാ. ശിവ പെട്ടെന്ന് അനുവിൻ്റെ കയ്യിലേക്ക് പിടിച്ച് മുൻപേ നടന്നു. അവളൊന്ന് ഞെട്ടി അവനെ മുഖമുയർത്തി നോക്കി. എന്നാൽ അവൻ തിരിഞ്ഞൊന്നും നോക്കാതെ ഒരു കയ്യിൽ അവളെയും പിടിച്ച് മറുകയിൽ ഫോൺ നോക്കി നടപ്പാണ്. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഫാക്ടറിക്ക് മുമ്പിൽ കുറേ കരിങ്കൽ ചിപ്സ് കിടപ്പുണ്ടായിരുന്നു. അതിലൊന്ന് ചവിട്ടി തെന്നി വീഴാൻ പോയിരുന്നു. അതാണ് തിരികെ ഇറങ്ങിയപ്പോൾ തൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുന്നത്. അനുവിൻ്റെ ഉള്ളു നിറഞ്ഞു. വല്ലാത്തൊരു സന്തോഷം തോന്നി. കുഞ്ഞുനാൾ തൊട്ടേ ചേട്ടായിക്കപ്പുറം ഈ ലോകത്ത് താൻ ഏറ്റവും സുരക്ഷിതമായി തോന്നിയ ഒരേ ഒരാൾ ഈ മുന്നിലുള്ളതാണ്. പറയാതെയും അറിയാതെയും അതെപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്നേഹവും സുരക്ഷയും എനിക്ക് കിട്ടണം എൻ്റെ ഈശോയെ. അവൾ മനസ്സാലൊന്ന് പ്രാർത്ഥിച്ചു പോയി. കാറിനടുത്തെത്തും വരെ ശിവ അനുവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടില്ല. കാറിൽ കയറിയിരിക്കുമ്പോഴും മുഖത്തെ സ്ഥായിയും ഗൗരവത്തിൽ തന്നെ ഇരുന്നു. അനുവും ഒരു ചിരിയോടെ കാറിലേക്ക് കയറി. അവരുടെ കാർ ഫാക്ടറിയുടെ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോയി.